ഹലോ ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം രജനി. ഞാനിന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. നമുക്ക് സ്കൂളിൽ രാവിലെ കുട്ടികൾ പോകാൻ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണമെന്ന്, എന്ത് കറി ഉണ്ടാക്കണമെന്നും ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് നമുക്കിത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ കുറച്ച് ഐറ്റങ്ങൾ മാത്രമുള്ള ചെയ്യാൻ എളുപ്പമുള്ള ഒരു ഡിഷാണിത്. പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം, ആദ്യം മുതൽ അവസാനം വരെ കാണണം. പിന്നെ നിങ്ങളുടെ ഈ ഫ്രണ്ട്സിന് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ എല്ലാം ഷെയർ ചെയ്യണം, എല്ലാ വീഡിയോയും ഷെയർ ചെയ്യണം. പിന്നെന്തുവാ, നിങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെ എന്തെന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ആ വീഡിയോയുടെ അടിയിൽ തന്നെ കമൻറ്റ് ബോക്സ് ഉണ്ട്, അതിൽ കൂടെ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ചിലരെല്ലാം എനിക്ക് വാട്സപ്പിൽ കൂടെയൊക്കെ വിളിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല, കമൻറ്റ് ബോക്സിൽ ആ ചാനലിൻ്റെ നമ്മൾ ഇടുന്ന വീഡിയോയുടെ അടിയിൽ തന്നെ കമൻറ്റ് ബോക്സ് ഉണ്ട്, അതിൽ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ പറ്റും. ഞാൻ ചെയ്യുന്ന വീഡിയോ നല്ലതായിട്ടാണോ, അല്ലെങ്കിൽ എന്താണ് തെറ്റുകൾ എൻ്റെ കയ്യിലുള്ളത്. ആരും പെർഫെക്റ്റ് അല്ലല്ലോ, അപ്പം നമുക്ക് അതിലെന്തെങ്കിലുമൊക്കെ തെറ്റ് കാണാം, ഞാൻ പറയുന്ന സംസാരത്തിലായിരുന്നാലും ഞാൻ ചെയ്യുന്ന രീതിയിലായിരുന്നാലും ഒക്കെ. അപ്പം അതിന് വേണ്ടിയിട്ട് അതിൽ കൂടെ നിങ്ങൾക്ക് മെസ്സേജ് അതിൽ കൂടെ അയക്കാം. ഓക്കെ, അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് വെജിറ്റബിൾ ബിരിയാണിയാണ്. അതിനെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് ഞാൻ കാണിക്കാം. അപ്പം നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ഉരുളക്കിഴങ്ങാണ്. ഒരു 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, കുഞ്ഞ് പീസായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ബീൻസ്, ക്യാരറ്റ് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ 2 പച്ചമുളക്, പിന്നെ ബീൻസ് കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ചെറിയ രീതിയിൽ. പിന്നെ കുറച്ച് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ നമ്മുടെ പതിവ് മസാലയാണ് പട്ട, ഗ്രാമ്പു, ബേ ലീഫ്. ഈ 3 ഐറ്റം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ ഇതിലേക്ക്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ അത്യാവശ്യത്തിന് കുറച്ച് നെയ്യും വേണം, അത് ഞാൻ കാണിക്കാം. ആദ്യം ഒരു കുക്കറിലാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. കുക്കർ ഗ്യാസിലോട്ട് വെച്ചിട്ട് ഒന്ന് ചൂടാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അടുത്തിടേണ്ടത് കുറച്ച് നെയ്യാണ്. എണ്ണ ഒഴിക്കുക, കുറച്ച് എണ്ണയും കുറച്ച് നെയ്യും കൂടെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് നെയ്യ് ഒഴിക്കാം. ഈ ഒരു നെയ്യ് വാങ്ങിച്ചതിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല, ഇങ്ങനൊരു പേര് കണ്ടപ്പോൾ ഞാൻ ഫസ്റ്റ് പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഒരു ആൺകുട്ടി ജനിക്കുമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന പേരാണ് ഗോവർദ്ധനം. അപ്പോൾ എനിക്ക് ആ പേര് ഭയങ്കര ഇഷ്ടമാണ്, ഒരു ആൺകുട്ടിക്ക് ഇടാൻ വേണ്ടി. പക്ഷേ ഭാഗ്യവശം ഒരു പെൺകുട്ടി വന്ന്, അപ്പോൾ അത് മിത്രാന്ന് സെലക്ട് ചെയ്ത് ചേട്ടനാണ്. അപ്പോൾ ഞാൻ അപ്പോഴും ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും എനിക്കൊരു ആൺകുട്ടി ജനിക്കും, അതിന് ഗോവർദ്ധൻ എന്ന് പേരിടണമെന്ന് മനസ്സ് വെച്ചു. പെട്ടെന്നാണ് ഇപ്പോൾ ഈ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് അടുത്ത കാലത്ത് ഇങ്ങനെ ഞങ്ങൾ ക്യാൻറ്റീനിലോട്ട് പോയപ്പോഴത്തേക്ക്, അവിടെ നെയ്യ് വാങ്ങാൻ പോയപ്പോഴത്തേക്ക് ഇങ്ങനെ പെട്ടെന്ന് നെയ്യിൻ്റെ പുറത്ത് ഗോവർദ്ധൻ എന്ന് പേരെഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ ചാടി വീഴുന്ന ആ നെയ്യ് എടുത്തു. അതുകൊണ്ടാണ് ഈ ഒരു നെയ്യ് ഞാൻ ഇങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ പാത്രം ചൂടായിട്ടുണ്ട്, നെയ്യ് ഒഴിക്കാം. നമുക്ക് ഒരു 2-3 സ്പൂണ് നെയ്യ് ഒഴിക്കണം. ഞാൻ ഇടാൻ പോകുന്നത് ഈ മസാലയാണ് ഇതിലോട്ട്. നമുക്ക് ഈ വെജിറ്റബിൾ എല്ലാം ഇതിലോട്ടൊന്നിടാം. വെജിറ്റബിൾ ഇട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇടുന്നത് കുറച്ച് ഉപ്പാണ് ആവശ്യത്തിന്. ഓരോരുത്തരുടെ കണക്കനുസരിച്ചിട്ട് ഉപ്പിടണം. ഉപ്പിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ബീൻസ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ കുറച്ചുകൂടെ വലുതായിട്ട്, ഞാൻ കുഞ്ഞായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇത്രയും കനത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാം. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരും വെജിറ്റബിൾ കൂട്ടത്തില്ല, വെജിറ്റബിൾ കഴിക്കത്തില്ല, മോക്കൊട്ടുമേ വേണ്ട. അപ്പോൾ ഇത് കുഞ്ഞ് പീസായിട്ട് അരിയുമ്പോഴത്തേക്ക് ഇത് ചോറിൻ്റെ കൂടെ കിടന്ന് നല്ലവണ്ണം ഒന്ന് ഇതാവുമല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനൊരു അറിയാത്ത രീതിയിൽ ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് ഇതാക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വെജിറ്റബിളൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കനത്തിൽ അരിഞ്ഞെടുക്കാൻ പറ്റും. ഉരുളക്കിഴങ്ങൊക്കെ ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്താൽ ഈ ഒരു പീസിൽ വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം. അത് കുക്കിംഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കൊതു കടിച്ചു. എന്താണെന്നറിയില്ല, വീട്ടിലെ കൊതുവെല്ലാം എന്നെ മാത്രമേ കടിക്കുകയുള്ളൂ. ഓ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത്. പിന്നെ
അങ്ങനെ അടുത്ത് ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റി എടുക്കാം. ഒന്ന് കുറച്ചൊരു കാൽ ഭാഗം നമുക്ക് വഴറ്റി ഒന്ന് എടുത്തതിന് ശേഷമാണ് ഇതിലോട്ട് അരിയിടുന്നത്. അരിയാണ് ഞാൻ എടുക്കുന്നത്, ജീര റൈസ്. ഇത് കുറച്ച് നേരം വെള്ളത്തിൽ ഞാനൊരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷമാണ് ഇതെടുത്ത് വച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് പിന്നെ ഈ ഒരു അരി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം ബാസ്മതി റൈസും കൂടെ ചേർക്കാം. അതിന് പകരം ഈ അരിക്ക് പകരം ബാസ്മതി റൈസ് കൂടെ നിങ്ങൾക്ക് ചേർക്കാം. നിങ്ങളുടെ ഓപ്ഷനാണ് ഏത് വേണമെന്നുള്ളത്. ഈ അരി ഒന്ന് കുറച്ച് നേരം വെള്ളത്തിലിട്ട് ഒരു 20 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷമാണ് ഞാൻ ഇതിലോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് കുതിർത്ത് വെച്ചിരിക്കുകയാണ്. ഇനി മസാല ഇട്ടിടാം. കുറച്ചൊന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. നല്ല കുറച്ചൊന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് എന്തെല്ലാം മസാലയാണ് വേണമെന്ന് ഇതിലോട്ടിടാം. ആദ്യം ഇടുന്നത് ഇത്തിരി മഞ്ഞൾപ്പൊടിയാണ്. എൻ്റെ ഡ്രസ്സിൻ്റെ കളറിലുള്ളത് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഒരു 1.5 സ്പൂൺ ഇടാം. മസാലയൊക്കെ ആവശ്യത്തിന് മതി. മസാല കൂടുതലും കുറച്ചിരിക്കുന്നതാണ് നല്ലത്. മസാലയൊന്നും അധികം നമ്മളിത് വീട്ടിൽ പൊടിച്ച മല്ലിമുളകൊക്കെയാണ്. എന്നാൽ കൂടെ എരിവും പുളിയൊന്നും അധികം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് അധികം നമ്മുടെ ശരീരത്തിൽ പോകാൻ പാടില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. മസാലയൊക്കെ കുറയ്ക്കണം എന്നുള്ളൊരിത്. പിന്നെ അടുത്തിടാൻ പോകുന്നത് കുറച്ച് മുളക് പൊടി. അതൊരു ഞാൻ 3/4 സ്പൂണാണ് ഇടുന്നത്. എരിവ് അധികം വേണ്ട. പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇതിൽ, അതുകൊണ്ട് കുറച്ച് മതി മുളക്. ഇത്ര ഇട്ടെന്ന് വഴറ്റിയെടുക്കണം നല്ലതായിട്ട്. ഈ അരിയാണ് ഇടാൻ പോകുന്നത്. ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് അരിയാണ് ഇടാൻ പോകുന്നത്. ഇത് ഞാൻ ഏതിനാണ് എടുത്തതെന്ന് വെച്ചാൽ, ഈ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് അരി എടുത്തു. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. അതാണ് ഈ ഒരു അരിയുടെ കണക്ക്. അത് ബാസ്മതി റൈസ് ആയിരുന്നാലും അങ്ങനെ തന്നെയാണ്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ നമ്മൾ കുക്കറിൽ വയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് വറ്റിച്ചെടുക്കാം. അതും അതിനൊരു 1 ഗ്ലാസ് അരിക്കാണെങ്കിൽ 2.25 ഗ്ലാസ് വെള്ളം വയ്ക്കണം നമ്മൾ വറ്റിച്ചെടുക്കുമ്പോൾ. കുക്കറിലാണ് വയ്ക്കണമെങ്കിൽ നിങ്ങൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എടുക്കാം. അപ്പം ഇപ്പം ഞാൻ ഇത് 1 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലോട്ടിടാം. ഈ അരിയും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കണം. ഉപ്പ് നോക്കണം പാകത്തിന്. ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. 1 ഗ്ലാസ് അരിയാണ് ഇട്ടിട്ടുള്ളത്, അതിന് 2 ഗ്ലാസ് വെള്ളം. ഉപ്പ് കുറവാണ്, അപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് ഞാൻ ഇടാൻ പോവുകയാണ് അതിൽ കൂടെ. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോഴേ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇതെല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇതൊന്ന് മൂടി വെച്ച് ഒരു 2 വിസിൽ കേൾപ്പിക്കാം. അപ്പോഴത്തേക്ക് നല്ല റെഡി ആയിട്ടിരിക്കും. ഈ ഒരു ഐറ്റത്തിൽ നിങ്ങൾക്ക് കുറച്ച് നെയ്യും കുറച്ച് ഓയിലും കൂടെ ചേർക്കാം. പക്ഷേ ഞാനിതിലോട്ട് ഓയിലോട്ട് ചേർക്കുന്നില്ല. ഞാൻ ഓയിൽ കഴിവതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയും, ഓയിൽ എത്രത്തോളം നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ കൂടിയിട്ടുള്ള അസുഖങ്ങളെയും നമ്മൾ കേട്ടിട്ടുള്ളൂ, കൊളസ്ട്രോൾ ആവട്ടെ ഏതാവട്ടെ. പക്ഷേ ഓയിൽ കുറഞ്ഞു പോയിട്ടൊരു അസുഖം നമുക്ക് ഇതുവരെ നമ്മളെ ബോഡിയിൽ അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് എത്രത്തോളം കഴിവതും ഓയിൽ കുറച്ച് നിങ്ങൾ യൂസ് ചെയ്യുക. ഒരു 3 സ്പൂൺ ഒഴിക്കേണ്ടത് 1.5 സ്പൂണിലോട്ട് ഒതുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. നമുക്ക് അത്രയ്ക്ക് ഇപ്പോഴത്തെ ഒരു ഫുഡിൻ്റെതും എല്ലാ ഇതിലും നമുക്ക് ഫുഡ് തന്നെയാണ് നമ്മൾ അസുഖങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് അസുഖം വരാതിരിക്കുക എന്ത് ചെയ്യാമെന്ന് കേട്ടാൽ ഒരൊറ്റ ആൻസറുള്ള ഫുഡ് കഴിക്കാതിരിക്കുക, കുറച്ച് ലിമിറ്റിന് കഴിക്കുന്നത്. അത് നമ്മളെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ അപ്പം കഴിക്കുമ്പോൾ അത് നോക്കി അവോയ്ഡ് ചെയ്യേണ്ടതൊക്കെ അവോയ്ഡ് ചെയ്ത് കഴിവതും എണ്ണയൊക്കെ കുറച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്.
ഇപ്പോഴാണ് നമുക്ക് ഇത്രയും ന്യൂസുകളും അതും ഇതൊക്കെ കേട്ടാണ് ഇത്രയും പഠിക്കാൻ പറ്റുന്നത്. പണ്ടൊന്നും നമുക്കതൊന്നും അറിയത്തില്ല. ഈ ഒരു അസുഖം കൂടി വരുന്ന സമയം ഇപ്പോഴാണ് എല്ലായിടത്തും പല രീതിയിലുള്ള അസുഖങ്ങളാണ് വരുന്നത്. അതെല്ലാം നമ്മുടെ ഫുഡിൽ വരുന്ന മാറ്റങ്ങളാണെന്നാണ് സാങ്കേതികമായി പറയുന്നത്. പക്ഷെ അതുകൊണ്ട് നമ്മൾ കഴിവതും ഉപ്പ്, അതായത് ഈ എരിവ്, പുളി എല്ലാം ഒന്ന് കുറയ്ക്കണം. പ്രത്യേകിച്ച് ഓയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുറച്ച് വേണം, അത്യാവശ്യത്തിന് വേണം, എല്ലാ ആവശ്യത്തിനാവും. അധികമായാൽ കൂടുതൽ ഇതാണല്ലോ. അതുകൊണ്ട് നമുക്ക് ഓയിലൊക്കെ കുറച്ച് യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാനിതിൽ ഇതൊക്കെ ആണെങ്കിൽ കുറച്ച് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് പിന്നെ നമുക്ക് അതുപോലെ നിങ്ങൾ മീനൊക്കെ പൊരിക്കുമ്പോൾ തവയിൽ വെച്ചിട്ട് കുറച്ച് ശകല എണ്ണ ഒഴിച്ചിട്ട് പൊരിക്കുക. ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രമിക്കരുത്. അത് നമ്മളെ കുട്ടികളായാലും അങ്ങനെ അവർക്ക് ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഇനി നാളെ അവരുടെ ഒരു സമയത്ത് നമുക്കവരെ കുറച്ച് നല്ല രീതിയിൽ ആരോഗ്യവാന്മാരായിട്ടൊക്കെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരിതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, എണ്ണയുടെ ഏതെണ്ണയാവട്ടെ അതിൻ്റെയൊക്കെ ഒരു യൂസ് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല മണവും ഉണ്ട്, നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. ടേസ്റ്റ് നോക്കിയപ്പോഴും കൊള്ളാം. ഇതിൻ്റെ കോമ്പിനേഷൻ എന്തെന്ന് പറഞ്ഞാൽ തൈര് പച്ചടി അല്ലെങ്കിൽ പപ്പടവും കൂടെ വെച്ചിട്ട് നമുക്ക് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ തൈര് പച്ചടി നടത്തില്ല, മടിച്ചായതുകൊണ്ട് കുറച്ച് തൈര് ഒഴിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. സൂപ്പർ ടേസ്റ്റ്, നിങ്ങൾ ചെയ്തു നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. കറണ്ട് പോയി, നല്ല ഐശ്വര്യം, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും താങ്ക് യു. ഇതുണ്ടാക്കി ഒക്കെ നിങ്ങളെല്ലാവരും ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ.